ഐ ആം നിതിൻ, ദിസ് ഈസ് NSK Max. അപ്പൊ NSK Maxന്റെ മറ്റൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ O. ഞാൻ ജസ്റ്റ് O എന്ന് വിളിക്കുന്നു, ഇതിനെ A എന്ന് വിളിക്കുന്നു, ഇതിനെ B എന്ന് വിളിക്കുന്നു, ഇതിനെ C എന്ന് വിളിക്കുന്നു, ഇതിനെ D എന്ന് വിളിക്കുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ കണ്ട, ഇതാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ അല്ലെ. ഈ റീജിയന്റെ ഏരിയ കണക്കാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഈ റീജിയന്റെ ഏരിയ കണക്കാക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, ആദ്യത്തെ സെക്ടർ OAB എന്ന് പറയുന്ന സെക്ടർ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ OABയുടെ സെക്ടർ. അതേപോലെ തന്നെ ഒരു വലിയ സെക്ടറും കൂടെ ഉണ്ട്, അതേതാണ് ODC. ഈ രണ്ട് സെക്ടറുകളുടെ ഏരിയ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഏരിയ ഓഫ് സെക്ടറിന്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? x/360 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ. അപ്പൊ ചെറിയ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ x/360 എന്താണ്? x/360 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? πr². അങ്ങനെ ആണെങ്കിൽ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? 60. therefore 60/360 ഇൻറ്റു π ഇൻറ്റു ഈ ചെറുതിന്റെ റേഡിയസ് എത്ര? 6 സെന്റിമീറ്റർ. കണ്ടാ, അപ്പൊ π ഇൻറ്റു 6² എന്ന് പറഞ്ഞാൽ എത്രയാണ്? r²ന്റെ ഇവിടെ 6², ദാറ്റ് ഈസ് 36. ഈ 36ഉം ഇതും കൂടെ വെട്ടിപ്പോയി. അപ്പൊ എത്ര കിട്ടി? 10. ഈ 10ന്റെ ഈ പൂജ്യവും പോയി മിച്ചം എത്ര കിട്ടി? 6π എന്ന് കിട്ടി അല്ലെ. അപ്പം ഈ ചെറിയ സെക്ടറിന്റെ ഏരിയ 6π എന്നും കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ വലുതിന്റെ ഏരിയയും കൂടെ കണ്ടുപിടിക്കാം. വലുതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേ ഇക്വേഷൻ തന്നെയാണ്, വലുതിന്റെ ഏരിയയുടെ അകത്ത് നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? x/360 ഇൻറ്റു ഇതേ ഇക്വേഷൻ തന്നെ അല്ലെ. അപ്പൊ വലുതിന്റെ അവിടെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? പറ. എക്സിന്റെ സ്ഥാനത്ത് x 60 തന്നെ, 60/360 ഇൻറ്റു അതേപോലെ തന്നെ അതിന്റെ റേഡിയസ് എത്രയാണ്? 6 ഉണ്ട്, 3 ഉണ്ട്, 6 3 9 അല്ലെ. അപ്പൊ π ഇൻറ്റു 9ന്റെ സ്ക്വയർ എത്ര? 9ന്റെ സ്ക്വയർ 81. നമുക്ക് ഇത് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ ഈ 0 പോയി, ഈ 6ഉം ഈ 36ഉം പോയി 6. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 81π ഡിവൈഡഡ് ബൈ എത്രയാണ്? 6. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ വലിയ സെക്ടറിന്റെ ഏരിയ എത്ര കിട്ടി? 81π/6ഉം ചെറുതിന്റെ ഏരിയ എത്ര കിട്ടി? 6π. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ 81 എന്താണ്? 81π/6ൽ നിന്നും എന്ത് കുറച്ചാൽ മതി? 6π കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ റീജിയന്റെ എന്ത് കിട്ടും? ഏരിയ കിട്ടും. വളരെ സിമ്പിൾ ആണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇക്വേഷൻ എന്താണ്? ഈ ഇക്വേഷൻ മാത്രം. അപ്പൊ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഷോർട്ട് വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.